സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് തരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു കറണ്ട് എനർജി ആയിരിക്കും. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് എനർജിയാണ് യൂണിവേഴ്സ് താങ്കൾക്കും തരുന്നത്. മൂന്നാമത്തെ കാർഡ് എന്താണ് ഗൈഡൻസ്. നാലാമത്തെ കാർഡ് എന്താണ് ഔട്ട്കം എന്നുള്ളതാണ്. അപ്പോൾ എന്ത് എനർജിയിലേക്ക് താങ്കൾ ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 9 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. 9 ഓഫ് സോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു കാർഡാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പല ആങ്സൈറ്റീസ്, ടെൻഷൻസ്, അതിൻ്റെ ഒരു പാറ്റേൺ ആണ് ഇന്ന് വരാൻ സാധ്യതയുള്ളത്. ഒരുപാട് കാര്യങ്ങൾ, കാരണം നമുക്കറിയാമല്ലോ പ്രശ്നങ്ങൾ ഒരു ദിവസത്തിൽ നിന്ന് ഓടിപ്പോവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിഷമിച്ചിരിക്കും. പക്ഷേ നിങ്ങൾ ഓർക്കണം, വിഷമിച്ചിരിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ചില ചിഹ്നങ്ങൾ മറന്നു പോരുന്നുള്ളത്. യൂണിവേഴ്സിറ്റി താങ്കൾക്ക് എന്താണ് തരുന്നത് എന്ന് നമുക്ക് ചോദിച്ചപ്പോൾ എന്ത് എനർജിയാണ് വരുന്നത് ചോദിച്ചപ്പോൾ നമുക്ക് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നാണ് അർത്ഥം. നിങ്ങൾ നോക്കിയറിയാൻ പറ്റും. ഒരു ലൈബ്രറിയുടെ മുന്നിലിരുന്ന് കയ്യിലൊരു പെൻറ്റക്കിൾ വെച്ച് വളരെ ഹാപ്പി ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. ഈ എനർജി എന്ന് പറയുന്നത് നമ്മുടെ അൾട്ടിമേറ്റ് എൻഡാണ്. ഒരു പണത്തിൻ്റെ യാത്രയുടെ അവസാനത്തെ എൻഡ് എന്ന് പറയുന്നത് നമ്മളൊരു സ്വന്തം കാലിൽ നിൽക്കുക, ഒരു നല്ല രീതിയിൽ നിൽക്കുക, മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ചില ഐഡിയാസ്, തോട്ട്സ്, ചിന്തകൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെല്ലാമായിരിക്കും ഇന്ന് യൂണിവേഴ്സ് താങ്കൾക്ക് തരുന്ന എനർജി. അപ്പോൾ ആങ്ഷ്യസ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. എന്താണ് ഗൈഡൻസ് എന്ന് നമ്മൾ ചോദിക്കാം. ഈ രണ്ടിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ് എന്നുള്ളത്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആങ്സൈറ്റിയും കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കിങ്ങിൻ്റെ താഴെയുള്ള ആളാണ് ക്വീൻ എന്ന് പറയുന്നത്. നമുക്ക് പരിപാലിക്കാനുള്ള ആളുകളുടെ ചിന്തിക്കുക. അതായത് താങ്കൾക്ക് ധനം കിട്ടുകയാണെങ്കിൽ നമുക്ക് ആരെയൊക്കെ ഹെൽപ്പ് ചെയ്യാം, നമ്മുടെ കുടുംബത്തിനെ ഹെൽപ്പ് ചെയ്യാം, ഒരുപാട് പേരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ആ ഒരു എനർജിയിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അനാവശ്യമായിട്ടുള്ള ചിന്തകളെക്കാട്ടും ഇവിടെ ഇന്നത്തെ ചിന്തകളെല്ലാം പണത്തെക്കുറിച്ചാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലാസ്റ്റ് എന്താ ഔട്ട്കം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ 8 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. 8 ഓഫ് വോൺസ് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നൊരു കാർഡാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ഇനി നമുക്ക് എത്രയും വേഗത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്നൊരു ഊർജ്ജത്തിലേക്കാണ് നിൽക്കേണ്ടത്. അപ്പോൾ തൽക്കാലം നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. അത് നമ്മൾ ധനത്തിൻ്റെ എനർജിയിലേക്ക് ഫോക്കസ് ചെയ്യുക. എങ്ങനെ നമുക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിക്ക് ഇതാക്കുക. നമ്മുടെ കുടുംബത്തിനെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ക്വീൻ എന്ന് പറയുന്നത്. പരിപാലിക്കുക ധനം കൊണ്ട്. അതേപോലെ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ നോക്കുക എന്നാണ് ഈ കാർഡ് പറയുന്നത്. അത്രയും കാര്യങ്ങളാണ് ഇന്ന്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇതെല്ലാം താങ്കൾക്ക് ഇന്ന് അനുഭവവേദ്യമാകട്ടെ. ഇതെല്ലാം താങ്കളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ എനർജി, നത്തിങ് എൽസ്. ഐ വിൽ സീ യു ഇൻ ദ ഈവനിങ്. താങ്ക് യു വെരി മച്ച്.